അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൻ നബിയ്യീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ വിനയം എങ്ങനെ ഉണ്ടാക്കും, അഹങ്കാരത്തെ എങ്ങനെ മനസ്സിൽ നിന്ന് എടുത്തെറിയണം, അതിൻ്റെ മരുന്നുകളാണ് പറഞ്ഞു വരുന്നത്. പ്രധാനമായും 2 മാർഗങ്ങളാണ് ഇതിനുള്ളത്. അതിൽ ഒന്നാം മാർഗം നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ മാർഗമാണ്. ഇതിൽ നമുക്ക് അഹങ്കരിക്കാൻ വക നൽകുന്ന പ്രത്യേക ഗുണങ്ങൾ, ആ ഗുണങ്ങളെ പ്രത്യേകമായി ട്രീറ്റ് ചെയ്യുക. ആ ഗുണങ്ങളിൽ നിന്നും നമ്മൾ അഹങ്കരിക്കുന്നതിന് പ്രത്യേകമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അത്തരം അഹങ്കാരത്തിന് നമ്മൾ സ്പെഷ്യലായി കൊണ്ട് തന്നെ ആ ഗുണങ്ങളിൽ നമ്മൾ അഹങ്കരിക്കുക എന്ന കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. അഹങ്കരിക്കാൻ ചാൻസുള്ള 7 ഗുണങ്ങളാണുള്ളത്. അതിൽ സൗന്ദര്യമുണ്ട്, അറിവുണ്ട്, സമ്പത്തുണ്ട്, കുടുംബ മഹിമയുണ്ട്, സ്നേഹിതന്മാർ, സഹവാസികൾ, ആരാധന തുടങ്ങിയ 7 വിശേഷണങ്ങൾ. ഈ ഒരു വിശേഷണങ്ങളിലൂടെ നമ്മൾ മറ്റുള്ളവരെക്കാൾ ഉന്നതരാണ്, നമുക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലൊരു ശ്രേഷ്ഠത നമുക്കുണ്ട് എന്ന് നമ്മളെ മനസ്സിൽ തോന്നുന്നു. ഈ അഹങ്കാരത്തെ നമ്മൾ ചികിത്സിച്ച് മാറ്റേണ്ടതുണ്ട്. അതിൽ നമ്മൾ ആദ്യമായി പറയുന്നത് കുടുംബ മഹിമയാണ്. ഇങ്ങനെ കുടുംബ മഹിമ ഓർത്ത് അഹങ്കരിക്കുന്ന ആളുകൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം, ഇതൊരു അജ്ഞതയാണ്. യഥാർത്ഥത്തിൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് അവനക്കറിയില്ല. അവന് തൻ്റേതല്ലാത്ത മറ്റൊരാളുടെ വിശേഷണത്തിലാണ് വീമ്പ് കൊള്ളുന്നത്. അവൻ്റെ പിതാക്കന്മാർ അല്ലെങ്കിൽ അവൻ്റെ പിതാക്കന്മാരുടെ പിതാക്കന്മാർ, ഇവരിലൂടെയാണല്ലോ കുടുംബ മഹിമ നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ അത് മറ്റുള്ളവരാണ്, താനല്ല, മറ്റുള്ളവരാണ്. ആ മറ്റുള്ളവരുടെ ഗുണങ്ങളിലും വിശേഷണങ്ങളിലും ശ്രേഷ്ഠതകളിലും നമ്മൾ അഹങ്കരിക്കുക. ഇത് യഥാർത്ഥത്തിൽ മൂഢ്യമാണ്, വിഡ്ഢിത്തരമാണ്. കാരണം നമുക്കില്ലാത്ത ഒരു ശ്രേഷ്ഠതയിൽ എങ്ങനെ നമ്മൾ വീമ്പ് കൊള്ളുക? നമുക്ക് ആ സംഗതി ശ്രേഷ്ഠത, നമ്മളുടെ ഉപ്പാപ്പമാർ വലിയ ആളുകളായിരുന്നു, നല്ല സമ്പത്തുള്ള ആളുകളായിരുന്നു, അല്ലെങ്കിൽ നല്ല ആളുകളുടെ ഇടയിൽ നല്ല പേരും പെരുമുള്ള ആൾക്കാരായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അഹങ്കരിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് വേണം. തനിക്കില്ലാത്ത മേന്മകൾ പറഞ്ഞ് മറ്റുള്ള ആളുകളുടെ മേന്മ കൊണ്ട് വീമ്പ് കൊള്ളുന്നത് എത്രത്തോളം മൂഢ്യമാണ്. അതൊരു അന്യായമായ കാര്യമാണ്, ഒരിക്കലും ന്യായമല്ല. അതാദ്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൻ ഈ പെരുമ നടിക്കുന്ന ഈ കുടുംബം പരമ്പര ഉണ്ടല്ലോ, എൻ്റെ കുടുംബം അതാണ്, ഇതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞ് പെരുമ നടിക്കുന്ന ആൾ മനസ്സിലാക്കേണ്ടത് അവൻ്റെ പിതാവിനെയും പിതാമഹനെയും ഒക്കെ കുറിച്ച് ചിന്തിക്കുക. അവൻ്റെ പിതാമഹൻ, അവൻ്റെ ഉപ്പാപ്പ വലിയ ആളാണെങ്കിൽ ആ ആൾ ഒരു ബീജത്തിൽ നിന്ന് ഉണ്ടായ ആളാണ്. മൂപ്പരാൾ മരിച്ചുപോയി, മണ്ണിനടിയിൽ മണ്ണിൽ അരിഞ്ഞുപോയി. അവരുടെ ജീവിതകാലത്ത് അവർക്ക് വലിയ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മണ്ണിലടിയിലാണ്. അവർ വലിയ പ്രയാസത്തിലായിരിക്കും. ജീവിതകാലത്ത് അവർക്ക് വലിയ മഹത്വമുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണത്. അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള സന്ദർഭത്തിൽ അത് വലിച്ചൂരാം. അവർ മണ്ണിനടിയിലാണ്, ഇപ്പോൾ ആ മഹത്വവും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി രണ്ടാമത്തെ അഹങ്കരിക്കാൻ ചാൻസുള്ള ഒരു വിശേഷണമാണ് സൗന്ദര്യം. ഇങ്ങനെ അഹങ്കരിക്കുന്നവർ ഈ പറയുന്ന കാര്യം ചെയ്യുക.
അവൻ്റെ അകത്തേക്കും അവൻ്റെ പുറത്തേക്കും ഉൾക്കാഴ്ചയോടെ നോക്കുക. അതായത് നമ്മളുടെ ബോഡിയാണല്ലോ സൗന്ദര്യത്തിൻ്റെ കാരണമായി വരുന്നത്. ആ ബോഡിയുടെ പുറവും ഉള്ളും നമ്മളൊന്ന് നോക്കുക, വീക്ഷിക്കുക. നമ്മളുടെ ശരീരത്തിൻ്റെ ഉൾഭാഗം മലീമസമാണ്, നജസാണ്. നമ്മൾ ആമാശയത്തിലുള്ളത് മലമാണ്, മൂത്രസഞ്ചിയിലുള്ളതോ മൂത്രമാണ്. മൂക്കിൽ മൂക്കട്ടയാണ്, ശ്ലേഷ്മസ്തരമാണ്. അതുപോലെ ഞരമ്പുകളിൽ രക്തം, അതും നജസാണ്. വായിൽ തുപ്പലാണ്, അത് വെറുക്കപ്പെടുന്ന ഒരു കാര്യമാണ്. തൊണ്ടയിൽ ശ്ലേഷ്മമാണ്. ശ്ലേഷ്മം എന്ന് പറഞ്ഞാൽ കഫവും മറക്കപ്പെടുന്ന കാര്യമാണ്. ചെവിയിൽ ചെപ്പിയാണ്. തൊലിക്കുള്ളിലോ ചലമാണ്. നമ്മുടെ തൊലിച്ചു നോക്കിയാൽ അതിൽ ചലം കാണാം. നമ്മളെ ഉൾഭാഗം വളരെ മോശമാണെന്ന് പറഞ്ഞല്ലോ. ഫിഖ് മസല അനുസരിച്ച് നമ്മളുടെ തൊണ്ടയിൽ നിന്ന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം പോയി, ഭക്ഷണം പോയി, എന്നിട്ട് അത് റിട്ടേൺ വന്നാൽ അത് നജസാണ്. ഛർദ്ദിച്ചത് നജസാണല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളുടെ ഉള്ളിൽ. ആ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒന്ന് പ്രവേശിച്ച് പുറത്ത് ചാടിയാൽ, ഒരു ചെറിയ രൂപത്തിൽ പ്രവേശിച്ചാൽ പോലും അത് നജസായിട്ടാണ് നമ്മളുടെ ശരീരത്ത് കാണുന്നത്. ഇനി നമ്മൾ പുറത്തേക്ക് നോക്കാം. നമ്മൾ ദിവസേന വിസർജിക്കുന്നവരാണ്. നമ്മളുടെ കൈകൊണ്ട് നമ്മളുടെ മലം തൊടുന്നവരാണ്. പല പ്രാവശ്യം നമ്മളുടെ ഈ ഒരു ശരീരം വിസർജന സ്ഥലത്ത് സന്ദർശിക്കുന്നു. അപ്പോൾ പുറവും വളരെ മോശമാണ്. എപ്പോഴും അശുദ്ധിയോടെ മലത്തോട് മൂത്രത്തോട് ഒക്കെ സ്പർശിക്കുന്ന നമ്മളുടെ കൈകൾ, നമ്മളുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ എല്ലാം മലിനമായ രൂപത്തിലാണ് നാം കാണുന്നത്. ഇനി അവൻ്റെ പ്രാരംഭഘട്ടങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവന് ബീജത്തിൽ നിന്നാണ് ഉണ്ടായത്. ഈ ബീജത്തിൽ നിന്ന് തുടക്കം കുറിച്ച അവൻ മാതാവിൻ്റെ ഗർഭാശയത്തിലായിരിക്കെ ആർത്തവ രക്തത്തിൽ നിന്നായിരുന്നു തനിക്ക് ഭക്ഷണം നൽകപ്പെട്ടിരുന്നത്. മാലിന്യപാതകളിലൂടെയായിരുന്നു അവൻ്റെ സഞ്ചാരം. പിതാവിൻ്റെ ലിംഗത്തിൽ നിന്ന് മാതാവിൻ്റെ യോനിയിലേക്ക് പുറപ്പെട്ടവൻ ഗർഭപാത്രത്തിൽ വാസം ആരംഭിച്ചു. അറക്കപ്പെടുന്ന ആർത്തവ രക്തത്തിൻ്റെ ഇടമാണത്. മാസങ്ങൾ ആ ഹീനലോകത്ത് പാർത്ത ശേഷം യോനിയിലൂടെ തന്നെയായിരുന്നു പുറം ലോകത്തേക്കുള്ള അവൻ്റെ വരവ്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ ബിൻ അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുമ്പോൾ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ മൂത്രനാളിയിലൂടെ 2 പ്രാവശ്യം പുറപ്പെട്ടവരാണ്. അതായത് ബീജമായി, അതുപോലെ പൂർവ രൂപത്തിൽ 2 രൂപത്തിലായിക്കൊണ്ട് മൂത്രനാളിയിലൂടെ നമ്മൾ പുറത്തേക്ക് വന്നവരാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം എത്രയാണ് വൃത്തിയാക്കുന്നത്? മറ്റ് ജന്തുക്കൾക്കൊന്നും ഇല്ലാത്ത വൃത്തി നമുക്കുണ്ട്. ഈ വൃത്തിയാക്കലുകളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, നമ്മൾ വിസർജന മുറയ്ക്ക് ശേഷം നമ്മൾ ശൗച്യം ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. ഒരാൾക്കും നമ്മളുടെ അടുത്ത് നിൽക്കാൻ കഴിയില്ല. എന്നാൽ അന്യജീവികളെടുത്ത് നോക്കൂ, പശു എടുത്തു നോക്കൂ, പൂച്ചയെടുത്ത് നോക്കൂ, നായി എടുത്തു നോക്കൂ. അതിൻ്റെ അടുത്ത് നിന്നാൽ നമുക്ക് ദുർഗന്ധമുണ്ടാകുമോ? അവറ്റകൾ കാഷ്ടിക്കുന്നുണ്ട്, മൂത്രമൊഴിക്കുന്നുണ്ട്, അവർ കഴുകുന്നില്ല, വൃത്തിയാക്കുന്നില്ല. പക്ഷേ അവരുടെ കാഷ്ടത്തിനും മൂത്രത്തിനൊന്നും അത്ര മണമില്ല. അതിനേക്കാൾ ദുർഗന്ധമാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാഷ്ടത്തിന്. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, നമ്മളുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്.
അവൻ്റെ ആവിർഭാവവും വാസനവും മ്ലേച്ഛത്തിൽ നിന്നാണ് എന്നും എല്ലാത്തരം മ്ലേച്ഛത്തേക്കാൾ മ്ലേച്ഛമായാണ് താൻ മൃതി അടയുന്നത്, അതായത് മരിക്കുന്നത് എന്നും ഒരാൾ തിരിച്ചറിഞ്ഞാൽ തൻ്റെ സൗന്ദര്യം കൊണ്ട് അഹങ്കരിക്കുകയില്ല. ഇതെല്ലാം പൂത്തു നിൽക്കുന്ന പുഷ്പങ്ങളെ പോലെയാണ്. ശക്തമായ കാറ്റടിച്ചാൽ അതെല്ലാം നിലംപൊത്തും. തൻ്റെ സൗന്ദര്യം കെടുത്തിക്കളയുന്ന വല്ല രോഗവും ഏത് നിമിഷവും വന്നു ഭവിക്കാം. നമ്മൾ ചിന്തിക്കുക, നമ്മളെ സൗന്ദര്യം കൊണ്ടാണ് അഹങ്കരിക്കുന്നത്. ഒരു പക്ഷേ നമുക്കൊരു രോഗം വന്നു, കുഷ്ഠരോഗം വന്നു, അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് വന്നു, അതുപോലെ സൗന്ദര്യം കെടുത്തിക്കളയുന്ന രോഗങ്ങൾ വന്നാൽ നമ്മളുടെ സൗന്ദര്യത്തിന് എന്ത് ആയുസ്സാണുള്ളത്? അപ്പോൾ നമ്മളുടെ ഈ സൗന്ദര്യം ദിനേന മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നുള്ള സൗന്ദര്യമല്ല നാളെ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ ശരീരം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വാർദ്ധക്യത്തിലായാൽ നമ്മളുടെ സൗന്ദര്യം ഇല്ലാതായി പോവുകയാണ്. അങ്ങനെ സൗന്ദര്യത്തിന് ഒരു നിലക്കുമില്ല ഉള്ള ഒരു ആയുസ് ഇല്ല. അത് ഏത് നിമിഷവും നമ്മളിൽ നിന്ന് അകന്നു പോകാം. നോക്കൂ, എത്ര സുന്ദരന്മാർ പല അപകടങ്ങൾ സംഭവിച്ചിട്ട് അല്ലെങ്കിൽ വലിയ രോഗങ്ങൾ വന്നിട്ട് കാണാൻ പോലും മറക്കുന്ന രൂപത്തിലായിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ താനേ നമ്മളുടെ ഈ സൗന്ദര്യം കൊണ്ട് അഹങ്കരിക്കുന്നതിൽ നിന്ന്, സൗന്ദര്യം കൊണ്ട് അഹങ്കരിക്കുക എന്നുള്ള കാര്യം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വോയിസിൽ പറയുന്നത്. അടുത്ത കാര്യങ്ങൾ അടുത്ത വോയിസിൽ പറയും. 2 ഗുണമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും 5 ഗുണങ്ങളുണ്ട്. അതിലൂടെ അഹങ്കാരം വരുന്നതിനുള്ള ചികിത്സയും വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.